പ്രിയപ്പെട്ട മിനിങ്ങളെ, ഒരു കപട വിശ്വാസിയുടെ അടയാളമാണ് ഇതാ ഹാസ്വമ ഫജറ എന്നുള്ളത്. അതായത് അവന് വേറൊരാളുമായി തർക്കിക്കുകയാണെങ്കിൽ അവൻ തെറി വിളിക്കും. അതൊരു കപട വിശ്വാസിയുടെ അടയാളമായിട്ട് ഹദീസുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ തെറിവിളി ഒന്നും കൂടി ഇനം കൂടിപ്പോയാൽ അത് മാതാപിതാക്കളൊക്കെ വിളിക്കുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, ഇന്ന മിൻ അക്ബരിൽ കബാഇരി അയ്യൽഅന റജുലു വാലിദൈഹി. ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ശപിക്കൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കും. സ്വഹാബ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, വകൈഫ യൽഅനു റജുലു വാലിദൈഹി. ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? അത് സാധ്യമാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി, യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ഉമ്മയെ ഉപ്പയൊക്കെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ അത് കാരണമായി ആ മനുഷ്യൻ തിരിച്ച് ഇങ്ങോട്ടും ഇവൻ്റെ ഉമ്മയെയും ഉപ്പയെയൊക്കെ ചീത്ത വിളിക്കുന്നു. ഈ ഒരവസ്ഥ, അതായത് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും വിളിക്കാൻ നമ്മൾ കാരണമാകുന്നു എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വൻ ദോഷമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തു കളയേണ്ട ഒരു സ്വഭാവമാണ് മറ്റുള്ള ആളുകളെ തെറി വിളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി വിളിക്കുക എന്നുള്ളത്. കാരണം അതൊക്കെ വൻ പാപങ്ങളിൽ പെട്ടതാണ്. വൻ പാപങ്ങൾക്ക് തൗബ മാത്രമേ പരിഹാരമുള്ളൂ. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം. ഏതായാലും ഇത്തരം രീതികളിലേക്കൊന്നും ഒരു മുഅ്മിനെ കടന്നു ചെല്ലാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കണം.